നമസ്കാരം. ഡീപ് ഫോക്കസ് തുടങ്ങുന്നു. ലിംഗനിർണയ പരിശോധന നിർബന്ധമാക്കണമെന്ന പ്രസ്താവനയിൽ വിശദീകരണവുമായി മനേക ഗാന്ധി. പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ തടയുന്നതിന് നിലവിലെ നിയമം ഫലപ്രദമായി നടപ്പാക്കണമെന്നാണ് താൻ ആവശ്യപ്പെട്ടത്. പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ച സാഹചര്യത്തിലാണ് മനേക ഗാന്ധി വിശദീകരണം നടത്തിയത്. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ എ കെ ജയശ്രീ കണ്ണൂർ സ്റ്റുഡിയോയിലുണ്ടാകും. സാമൂഹ്യ പ്രവർത്തകയായ PS ശ്രീകല തിരുവനന്തപുരത്ത് നിന്നും BJPയുടെ OM ശാലീന അവർ തൃശ്ശൂരിൽ നിന്നും ഈ ചർച്ചയിൽ ചേരും. ആദ്യം ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം സംബന്ധിച്ച് ഇന്ത്യയിൽ വ്യത്യസ്ത കാലങ്ങളിൽ നിയമങ്ങളും നിയമ ഭേദഗതികളും ഉണ്ടായിട്ടുണ്ട്. ഈ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഈ നിയമങ്ങളുടെ വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ വിശദാംശങ്ങളാണ് ഇനി പരിശോധിക്കേണ്ടത്. 1971 ആദ്യത്തെ നിയമനിർമ്മാണം ഉണ്ടാകുന്നത്. MTP ആക്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് 1971 നിയമനിർമ്മാണം ഉണ്ടായി. ഭ്രൂണഹത്യ നിരോധിച്ചുകൊണ്ട് ആദ്യ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നതും ഈ കാലഘട്ടത്തിലാണ്. അതായത് ഭ്രൂണഹത്യ കുറ്റകരമായ ഒരു ശിക്ഷയായി മാറുന്ന നിയമമാണ് ഉണ്ടായത്. പിന്നീട് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം പരിശോധിക്കാവുന്ന സാങ്കേതിക വിദ്യ വികസിച്ചു വന്നതോടെ ഈ നിയമം ഭേദഗതി ചെയ്യണമെന്ന ആവശ്യമുയർന്നു. ഭ്രൂണഹത്യ നടത്താവുന്നത് എപ്പോഴൊക്കെ എന്നത് സംബന്ധിച്ച വിശദാംശങ്ങളിൽ ഈ നിയമത്തിൽ ഭേദഗതി ഉണ്ടായി. അമ്മ ശാരീരികവും മാനസികവുമായ രോഗാവസ്ഥയിലാണെങ്കിൽ, അമ്മയുടെ ജീവൻ അപകടത്തിലാണെങ്കിൽ ഈ സാഹചര്യങ്ങളിലെല്ലാം ഭ്രൂണഹത്യ ഈ നിയമം അനുവദിക്കുന്നുണ്ട്. മാനഭംഗത്തിനിരയായി ഗർഭിണിയായാൽ ഗർഭം 12 ആഴ്ചയിൽ കുറവാണെങ്കിലും ഭ്രൂണഹത്യ ഈ നിയമം അനുവദിക്കുന്ന രീതിയിലുള്ള ഭേദഗതികൾ പിന്നീടുണ്ടായി. നിയമത്തിലെ മറ്റു ചില നിബന്ധനകൾ MTP ചെയ്യാൻ അർഹതയുള്ളത് അംഗീകൃത രജിസ്ട്രേഡ് പ്രാക്ടീഷണർക്ക് മാത്രം. സ്ത്രീയുടെ രേഖാമൂലമുള്ള സമ്മതപത്രം നിർബന്ധവുമാണ് MTP ആക്ട് പ്രകാരം. സ്ത്രീയുടെ ഐഡന്റിറ്റി രഹസ്യമാക്കി തന്നെ വയ്ക്കണം. നിയമം ലംഘിച്ചാൽ ഡോക്ടർ ശിക്ഷയ്ക്ക് അർഹനാണ്. 1000 രൂപ പിഴയാണ് MTP ആക്ട് ഡോക്ടർക്ക് മേൽ നടത്തുന്ന ഡോക്ടർക്ക് മേൽ ചുമത്തിയിട്ടുള്ളത്. 1975 നിയമം പിന്നീട് ഭേദഗതി ചെയ്തു. 1994 ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം നിയമം മൂലം നിരോധിച്ചു. ആ കാലഘട്ടത്തിലാണ് സോണോഗ്രാഫി പോലുള്ള ഗർഭസ്ഥ ശിശുവിൻ്റെ അവസ്ഥകളെ പഠിക്കാനുള്ള സാങ്കേതിക വിദ്യ വികസിച്ചു വന്നത്. അതോടെ ഇന്ത്യയിൽ പെൺഭ്രൂണഹത്യ വ്യാപകമായ സാഹചര്യത്തിലാണ് ലിംഗനിർണ്ണയം നിരോധിച്ചുകൊണ്ടുള്ള നിയമമുണ്ടായത്. 1975 നിയമം ഭേദഗതി ചെയ്ത് 1994 ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗനിർണ്ണയം നിയമം മൂലം നിരോധിക്കുകയാണ് ചെയ്തത്. ഇതുവഴി ഇന്ത്യയിലെ ആൺ പെൺ കുഞ്ഞുങ്ങൾ തമ്മിലുള്ള അനുപാതം വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് കരുതിയതെങ്കിലും ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും കുറവ് പെൺ കുഞ്ഞുങ്ങളുടെ അനുപാതമുള്ള ഒരു രാജ്യമായി തുടരുകയാണ്. 1000 ആൺകുഞ്ഞുങ്ങൾക്ക് 914 പെൺകുഞ്ഞുങ്ങൾ എന്നതാണ് ഇന്ന് ഇന്ത്യയിലെ സ്ഥിതി. ഈ വിഷയത്തോട് പ്രതികരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം അതിഥികളുണ്ട്. PS ശ്രീകല, ഡോക്ടർ എ കെ ജയശ്രീ, അതുപോലെ OM ശാലീന എന്നിവർ. ആദ്യം OM ശാലീനയ്ക്ക്. OM ശാലീന, ജയ്പൂരിൽ നടന്ന ഒരു സമ്മേളനത്തിൽ നടത്തിയ ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിവാദമായിട്ടുള്ളത്. മനേക ഗാന്ധി ഇന്നതിന് വിശദീകരണവുമായി വന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. മനേക ഗാന്ധി ഉന്നയിച്ച ആശയം ഒരുപക്ഷെ നിയമ ഭേദഗതിയിലേക്ക് പോയാലും ഇല്ലെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ഇന്ത്യ ലോകത്തെ ഏറ്റവും കുറവ് പെൺകുഞ്ഞുങ്ങളുടെ നിരക്കുള്ള ഒരു രാജ്യമായി തുടരുകയാണ്. 1994 നിയമത്തിന് ശേഷവും ഒരു റാഡിക്കലായിട്ടുള്ള മാറ്റം എന്ന് വേണമെങ്കിൽ പറയാം മനേക ഗാന്ധിയുടെ ഈ പുതിയ ആശയത്തെ. ഈ ആശയം നടപ്പാക്കിയത് കൊണ്ട്, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ ലിംഗം പരിശോധിച്ച ശേഷം ആ വിവരം മാതാപിതാക്കളെ അറിയിക്കുകയും ഗർഭസ്ഥ ശിശു പ്രസവിക്കുന്നതുവരെ അതേ തുടർന്നും അവരെ ട്രാക്ക് ചെയ്യുന്ന, അവരെ പിന്തുടർന്ന് വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു സംവിധാനം ഉണ്ടായാലേ രാജ്യത്തെ ഭ്രൂണഹത്യ ഇല്ലാതാക്കാൻ കഴിയൂ എന്ന വാദത്തിന് സാധൂകരണമുണ്ടോ? അത് ന്യായീകരിക്കാവുന്നതാണോ? ഗർഭസ്ഥ ശിശുക്കളുടെ ലിംഗനിർണ്ണയം നിരോധിക്കുന്ന നിയമം നിലവിൽ വന്നിട്ട് പോലും ഇന്നും ഭാരതം ഏറ്റവും കുറവ് പെൺകുഞ്ഞുങ്ങളുള്ള രാജ്യമായി നിലനിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും കാര്യമായിട്ട് ഈ നിയമത്തിന് ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുതകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ശ്രീമതി മനേക ഗാന്ധി ഈ മന്ത്രാലയത്തിൻ്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് അവർ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വളരെ തെറ്റാണ് എന്ന് പറയാൻ സാധിക്കില്ല. കാരണം അവർ പറഞ്ഞത് ആദ്യം തന്നെ ഗർഭസ്ഥാവസ്ഥയിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൺകുഞ്ഞാണോ പെൺകുഞ്ഞാണോ എന്നറിഞ്ഞാൽ എത്രമാത്രം കുഞ്ഞുങ്ങൾ ജനിച്ചു, എത്രമാത്രം കുഞ്ഞുങ്ങളുടെ അനുപാതത്തിൽ വ്യത്യാസം വന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള കണക്ക് മോണിറ്റർ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഉപാധി എന്നുള്ള നിലയ്ക്ക് അതിനെയും നമുക്ക് എടുക്കാവുന്നതാണ്. അത് തെറ്റാണ് എന്ന് നമ്മൾ പറയുന്നതിന് മുൻപ് ഇന്ന് അവസ്ഥയിൽ ഒരു മാറ്റവും വരുന്നില്ല എന്നുള്ള മാത്രമല്ല, കേരളം പോലുള്ള ഏറ്റവും സ്ത്രീ ശാക്തീകരണം ഉണ്ട് എന്ന് പറയുന്ന സംസ്ഥാനങ്ങളിൽ പോലും ഭ്രൂണഹത്യ നടക്കുന്നു എന്നുള്ള വാസ്തവം
ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പുതിയ ആശയങ്ങളും പുതിയ ചർച്ചകളും അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അതിലേക്കുള്ള ഒരു ആശയം എന്നുള്ള നിലയ്ക്ക് മനേകാ ഗാന്ധി പറയുകയും കൂടി ചെയ്തു, അത് അവരുടെ പേഴ്സണൽ വ്യൂ ആണെന്നുള്ളത്. അപ്പം അത്തരം ആശയങ്ങൾ നമ്മൾക്ക് ഉൾക്കൊണ്ടുകൊണ്ട് ഈ നിയമത്തിൽ എന്ത് ഭേദഗതി വരുത്തിയാലോ അല്ലെങ്കിൽ ഈ നിയമം എങ്ങനെ നടപ്പാക്കണം, പെൺകുട്ടികളുടെ ഭ്രൂണഹത്യ എങ്ങനെ തടയണം എന്നുള്ളതിനെ കുറിച്ച് ഉള്ള ചർച്ചയിൽ തീർച്ചയായിട്ടും ഈ ആശയവും നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ്. റൈറ്റ് ശാലീന. പി എസ് ശ്രീകല, ഇവിടെ ശാലീന ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം അവരുടെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്നാണ്. പക്ഷേ ജയ്പൂരിൽ മനേകാ ഗാന്ധി അങ്ങനെയല്ല പറഞ്ഞത്. ഈ വിഷയം എൻ്റെ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒന്നല്ല, മറിച്ച് ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒന്നാണ്. അവർക്ക് മുമ്പിലേക്ക് ഞാനൊരു പ്രൊപ്പോസൽ വച്ചിട്ടുണ്ട് എന്നാണ്. ഇന്ന് ഈ സംഭവം വിവാദമായപ്പോൾ അവർ അതിന് വിശദീകരണവുമായി വന്നു എന്ന് മാത്രം. പക്ഷേ മനേകാ ഗാന്ധി ഉന്നയിക്കുന്ന പ്രധാന ക്വസ്റ്റ്യൻ നിലവിലുള്ള 94 നിയമപ്രകാരം രാജ്യത്ത് പെൺഭ്രൂണഹത്യ കുറയുകയല്ല, വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത് എന്നാണ്. അതുകൊണ്ട് നിലവിലെ നിയമം ഫലപ്രദമല്ല എന്ന ഒരു വാദം അവർ ഉന്നയിക്കുന്നുണ്ട്. ആ വാദത്തിന് സാധൂകരണമുണ്ട്. നമ്മുടെ രാജ്യത്ത് സ്ത്രീകൾക്ക് അനുകൂലമായി നിരവധി നിയമങ്ങളുണ്ട്. അത്തരം നിയമങ്ങൾ ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യത എന്ന അവകാശത്തെയും സ്ത്രീകളുടെ മാത്രമല്ല ജനങ്ങളുടെ ആകെ തന്നെ ജീവിതത്തിനും സംരക്ഷണമേകണം എന്നുള്ള ഉറപ്പിനെയും നടപ്പിലാക്കുന്നതിന് വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള നിയമങ്ങളിൽ പെടുന്നതാണ് സ്ത്രീകൾക്ക് അനുകൂലമായിട്ടുള്ള നിയമങ്ങളും. ഞാൻ വിവിധ നിയമങ്ങളെക്കുറിച്ചൊന്നും പറയുന്നില്ല. പക്ഷേ 6 വയസ്സിൽ താഴെ പ്രായമുള്ള കുഞ്ഞുങ്ങളുടെ അനുപാതം പരിശോധിച്ചാൽ പോലും 94-ൽ ഈ നിയമം നിലവിൽ വന്നതിന് ശേഷവും ഭീകരമായ വിധത്തിൽ പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു വരുന്ന രീതിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത്തരമൊരു പ്രവണതയാണ് ഇന്ത്യ രാജ്യത്ത് നിലവിലിരിക്കുന്നത്. അതിനർത്ഥം പെൺകുഞ്ഞുങ്ങളോടുള്ള നമ്മുടെ സമൂഹത്തിൻ്റെ സമീപനം അവർക്കെതിരാണ് എന്നതാണ്, സ്ത്രീകൾക്കും പെൺകുഞ്ഞുങ്ങൾക്കും എതിരാണ് എന്നതാണ്. അത്തരമൊരു സാഹചര്യത്തിൽ മനേകാ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലൊരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ പൊതുസമൂഹം വേഗം ചിന്തിക്കുക അതൊരു നല്ല കാര്യമായിരിക്കും എന്നായിരിക്കും. കാരണം ഇത് പബ്ലിക്കായി രജിസ്റ്റർ ചെയ്യും എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അവർ അത്തരത്തിലൊരു നിർദ്ദേശം സാന്ദർഭികമായി പറഞ്ഞ ഒന്നല്ല. അത് അവർ പറഞ്ഞിരിക്കുന്നു ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ്. അവരങ്ങനെ ഒരു നിർദ്ദേശം മന്ത്രാലയത്തിന് മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്, അത് ബന്ധപ്പെട്ടവർ ചർച്ച ചെയ്യുന്നു എന്നാണ്. ഞാൻ ഇതിനെ കാണുന്നത് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം സ്ത്രീകൾക്ക് അനുകൂലമായ നിയമങ്ങളിൽ വെള്ളം ചേർക്കാനുള്ള നല്ല ശ്രമം നടക്കുന്നുണ്ട്. പെൺകുട്ടികളെ രക്ഷിക്കുക, പഠിപ്പിക്കുക തുടങ്ങിയ വലിയ മുദ്രാവാക്യങ്ങൾ ആശയങ്ങളായി മുന്നോട്ട് വയ്ക്കുമ്പോഴും നമ്മൾ കാണുന്നത് സ്ത്രീധന പീഡന നിരോധന നിയമമായിട്ടുള്ള 498A ഉൾപ്പെടെ അതിനെ ഉൾപ്പെടെ ലഘൂകരിക്കുവാനും ഉള്ള ശ്രമം നടക്കുന്ന ഒരു സമയമാണിത്. അതിനുള്ള വേഗത കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഇവിടെ ഞാനിത് സ്ത്രീധന പീഡനങ്ങളുമായി ബന്ധപ്പെടുത്തി കൂടി ഈ നിയമത്തെ, ഇപ്പോൾ മനേകാ ഗാന്ധി പരാമർശിക്കുന്ന നിയമത്തെ നമ്മൾ കാണേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ രാജ്യത്ത് പെൺഭ്രൂണഹത്യ ഇത്രമാത്രം വർദ്ധിക്കുന്നത്? നമുക്കറിയാം 1990കളിലാണ് ഭ്രൂണ പരിശോധനയെ സംബന്ധിക്കുന്ന സാങ്കേതിക വിദ്യ ഇന്ത്യ രാജ്യത്ത് വ്യാപകമാകുന്നത്. അതിനെ തുടർന്നാണ് 94-ൽ ഇത് പെൺകുട്ടികൾക്ക് അവരുടെ ജീവന് സംരക്ഷണമേകുന്നില്ല, അവരെ കൊല്ലുന്ന വിധത്തിലേക്ക് മാറുന്നു എന്ന നിലയിലാണ് നിയമം വരുന്നത്. അപ്പോൾ PNDT നിയമം വരുന്നത്. അതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ നിയമം കർശനമായി നടപ്പിലാക്കുക എന്ന കാര്യത്തിൽ ഭരണാധികാരികൾ വലിയ വീഴ്ചയാണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിലുള്ള നിയമം കർശനമായി നടപ്പിലാക്കും എന്ന് ഉറപ്പുവരുത്താനുള്ള പ്രതിബദ്ധതയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ പോലെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് സംഭവിക്കുന്നത്. ക്ഷമിക്കണം, ഒരു നിമിഷം. ശ്രീകല അവസാനമായി ചൂണ്ടിക്കാട്ടിയ കാര്യമാണ് ഇതിലെ പ്രധാന. പറയൂ ശ്രീകല. ഈ നിർദ്ദേശത്തിലൂടെ സംഭവിക്കുന്നത് സ്ത്രീകളെ അവരുടെ ഗർഭാവസ്ഥയുടെ ആരംഭത്തിൽ തന്നെ ഈ ഏത് കുട്ടിയാണ് വയറ്റിലുള്ളത് എന്നതിനെ സംബന്ധിച്ച് അറിയിക്കുന്നതിലൂടെ, അത് പരസ്യപ്പെടുത്തുന്നതിലൂടെ പെൺകുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്താനാവുമെന്ന് കരുതുന്നത് ഇന്ത്യ പോലൊരു സമൂഹത്തിൽ തികഞ്ഞ മൗഢ്യമാണ്. അത് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സ്ത്രീകളെ അത് ആരംഭ മാസം മുതൽ തന്നെ
ഗാർഹികമായിട്ടുള്ള പീഡനത്തിലേക്ക് നയിക്കുകയും ഒരുപക്ഷെ സ്വന്തം ജീവിതം സ്വയം അവസാനിപ്പിച്ചേക്കാം എന്ന നിലയിൽ സ്ത്രീകൾ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. കാരണം ഈ സമൂഹത്തിന് സ്ത്രീകളോടുള്ള ഡോക്ടർ എ കെ സമീപനം ജയശ്രീ, ഇവിടെ സ്ത്രീകൾക്ക് ശീല ചൂണ്ടിക്കാട്ടുന്ന ഒരു അനുകൂലമല്ല. കാര്യം, ഇന്ത്യ പോലെ 100 കോടിയിലധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഈ ഗർഭസ്ഥ ശിശുക്കളുടെ ട്രാക്ക് റെക്കോർഡ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്തതിനു ശേഷം അത് റെക്കോർഡ് ചെയ്തതിനു ശേഷം അവരെ ട്രാക്ക് ചെയ്യുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ്? ഒന്ന്. മറ്റൊന്ന്, 94 നിയമം അത് എൻഫോഴ്സ് ചെയ്യാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നതല്ലേ യഥാർത്ഥത്തിൽ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്? അതെ, തീർച്ചയായിട്ടും ഇതിങ്ങനെ മോണിറ്റർ ചെയ്യുക എന്ന് പറയുന്നത് തീരെ സാധിക്കാത്ത ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നേരത്തെ ശ്രീകല ചൂണ്ടിക്കാണിച്ചതുപോലെ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ പെൺകുഞ്ഞുങ്ങളോടുള്ള ഒരു അവഗണന, പെണ്ണുങ്ങൾക്ക് വിലയില്ലാതിരിക്കുക, ആളുകൾ ആൺകുട്ടികളെ ഇഷ്ടപ്പെടുക, അതാണ് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ ടെക്നോളജിയുടെ ഒരു വികാസം കൊണ്ട് നമ്മൾ നേരത്തെ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെൺഭ്രൂണ ഹത്യകളാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. 80കളിലൊക്കെ ഇപ്പോൾ പല ക്ലിനിക്കുകളുടെയും മുന്നിൽ, ഇന്ത്യൻ സാഹചര്യത്തിലാണ് ഞാൻ പറയുന്നത്, കേരളത്തിലല്ല, അവിടെ ഇപ്പോൾ നിങ്ങൾ 500 രൂപ ചെലവാക്കിയാൽ നിങ്ങൾക്ക് ഭാവിയിൽ 5 ലക്ഷം രൂപ ലാഭിക്കാം എന്ന തരത്തിലുള്ള ബോർഡുകൾ വെച്ചുകൊണ്ട് ഇത്തരം പ്രാക്ടീസ് വളരെ വ്യാപകമായിട്ട് നടന്നിരുന്നതാണ്. അപ്പോൾ അതിനെതിരെ സ്ത്രീ സംഘടനകളൊക്കെ രംഗത്ത് വന്നിട്ടാണ് ഈ ഒരു നിയമം 94-ലെ പെൺഭ്രൂണ ഹത്യ കുറ്റകരമാണ് എന്നുള്ള ഒരു നിയമം കൊണ്ടുവന്നത്. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഇവർ പറയുന്നത് പോലെ ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് അതിൻ്റെ മുകളിലൊരു നിയന്ത്രണം ഉണ്ടാകും നമുക്ക് ഒട്ടും വിചാരിക്കാൻ പറ്റില്ല. മറിച്ച് ഈ പെൺകുഞ്ഞുങ്ങളുടെ അമ്മമാരോട് കാണിക്കുന്ന ഒരു അവഗണനയുണ്ടല്ലോ, അവഗണന എന്നുള്ളതല്ല, പീഡനങ്ങൾ പോലും പലപ്പോഴും നടക്കുന്നുണ്ട്. പെൺകുഞ്ഞിനെ പ്രസവിച്ചു എന്നുള്ള കാരണം കൊണ്ട് മാത്രം എത്ര തരത്തിലുള്ള പീഡനങ്ങളാണ് പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ അമ്മ തന്നെ അവർ തന്നെ വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാതിരുന്നാൽ മതി, അതുകൊണ്ട് പോഷകാഹാരം കൊടുക്കുന്നത് തന്നെ ഇതിൽ വലിയ വ്യത്യാസം. ഇതെല്ലാം ഞാൻ ഇന്ത്യൻ സാഹചര്യത്തിലാണ് പറയുന്നത്, കേരളത്തിൽ ഒരുപക്ഷെ വ്യത്യസ്തമായിരിക്കും. ഇപ്പം പെൺകുഞ്ഞിൻ്റെ അമ്മയാണെന്ന് കണ്ടാലോ അല്ലെ പെൺകുഞ്ഞിനോ തന്നെ വേണ്ട രീതിയിൽ ആഹാരം കൊടുക്കാതിരിക്കുന്നുണ്ട്, അങ്ങനത്തെ സാഹചര്യങ്ങളുണ്ട്. പിന്നെ മറ്റ് നാച്ചുറലായിട്ടുള്ള പല മരുന്നുകൾ കഴിച്ചുകൊണ്ട് തന്നെ അവർക്ക് അബോർഷൻ ചെയ്യാൻ പറ്റുമല്ലോ, അത് അങ്ങനെയുള്ള സാഹചര്യവുമുണ്ട്. അങ്ങനെ നമ്മുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നു തീരെ ചിന്തിക്കാതെ നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണ്, അല്ലെങ്കിൽ ഒരു പക്ഷേ പർപ്പസ്ഫുള്ളായിരിക്കാം, അത് നമുക്കറിയില്ല. പക്ഷെ അത് ഒട്ടും ശാസ്ത്രീയമായിട്ടുള്ള ഒരു സമീപനമാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്ന് പറയാൻ പറ്റില്ല. ഇത് തീർച്ചയായിട്ടും സ്ത്രീകളെ അല്ലെങ്കിൽ പെൺകുഞ്ഞുങ്ങളുടെ ഹത്യയ്ക്ക് കൂടുതൽ ഒരു സാഹചര്യം ഉണ്ടാക്കുക മാത്രമേ ചെയ്യുള്ളൂ. പക്ഷെ എനിക്കിവിടെ വേറൊരു കാര്യം കൂടി പറയാനുള്ളത് ഭ്രൂണഹത്യയെ സംബന്ധിച്ചിട്ടുള്ളതാണ്. സാധാരണ നമ്മളിവിടെ ഇപ്പോൾ കാണുന്ന ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ അബോർഷൻ ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ പോലും അതിനുള്ള സാഹചര്യം കിട്ടുന്നില്ല. അത് സ്ത്രീകൾക്ക് മറ്റ് വേറെന്തെങ്കിലും കാരണം കൊണ്ട് അബോർഷൻ നടത്തണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രശ്നമായിട്ടുള്ളത്. അത് ഈ സാഹചര്യത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നീട് ഇപ്പോഴത്തെ നിയമം നടപ്പാക്കുന്ന രീതിയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഒരുവിധം ഈ മോണിറ്ററിംഗ് നന്നായിട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുണ്ട്. അതേസമയം മറ്റ് സ്ഥലങ്ങളിൽ അത് വേണ്ട രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നില്ല, മോണിറ്റർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പം നിലവിലുള്ള നിയമം ശരിയായിട്ട് നടപ്പിലാക്കുകയാണെങ്കിൽ അതിന് വലിയ പ്രശ്നങ്ങളില്ല. പക്ഷെ അത് എങ്ങനെ ഇപ്പം മനേകാ ഗാന്ധി തന്നെ തിരുത്തി പറഞ്ഞു എന്ന് പറയുന്നു, ശക്തമായിട്ട് ഈ നിയമം നടപ്പാക്കിയാൽ മതിയെന്ന്. അതാണ് വേണ്ടത്. ഇപ്പോഴുള്ള നിയമത്തെ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അല്ലെങ്കിൽ വളരെ ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. റൈറ്റ്. അതിഥികളിലേക്ക് മടങ്ങിയെത്താം. ഒരു ചെറിയ ഇടവേള ആവശ്യമുണ്ട്.